So in case of dislocatable or relocatable type, we will go for a more rigid splint or a hip spica. It is applied for about 6 months, and later a removable abduction device like a Freshka pillow splint or a Pavlik harness may be used. So this is what we do in dislocatable or relocatable type. So dislocatable അല്ലെങ്കിൽ relocatable type ആണ് എങ്കിൽ നമ്മളൊരു റിജിഡ് ഡിവൈസ് ആയിരിക്കും ഉപയോഗിക്കുക. ഒന്നെങ്കിൽ ഒരു സ്പ്ലിൻറ്റ് അല്ലെങ്കിൽ ഒരു ഹിപ്പ് സ്പൈക്ക. ഇറ്റ് ഈസ് അപ്ലൈഡ് ഫോർ 6 months. ഇതിന് ശേഷം കുറച്ച് നാളും കൂടെ കുട്ടീനെ ഈ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് റിമൂവബിൾ അബ്ഡക്ഷൻ ഡിവൈസ് നമ്മൾ ഉപയോഗിച്ചെന്ന് വരാം. സോ പാവ്ലിക് ഹാർനസും അതുപോലെ തന്നെ ഫ്രഷ്ക പില്ലോയും ഒന്നുകൂടെ കാണണമെങ്കിൽ കാണാം. So this is Freshka pillow, and we in Pavlik harness you have different straps. കുറെ കെട്ടും ബൂട്ടുകളും കൊണ്ടാണ് കുട്ടീനെ ഈ ഒരു പൊസിഷനിൽ ഹെൽഡ് ചെയ്യുക. ദിസ് ഇസ് ഹിപ്പ് സ്പൈക്ക. നമ്മൾ എന്താ അഡൽട്ട് ഓർത്തോ വാർഡിലൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫിലിംസിലൊക്കെ കോമൺ ആയിട്ട് കാണിക്കുന്നതാണ്. So here you can see a hip spica is applied in order to maintain the child's position in an abduction. That was what we do in early infancy. ഇനി ലേറ്റർ ഇൻഫൻസി അല്ലെങ്കിൽ ടോൾഡർഹുഡിലാണ് ഈ ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ആവുന്നതെങ്കിൽ ട്രീറ്റ്മെൻറ്റ് രീതി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഹിയർ വി വിൽ ഗോ ഫോർ എ സ്കിൻ ട്രാക്ഷൻ. സ്കിൻ ട്രാക്ഷൻ എല്ലാവരും ഓർത്തോ വാർഡിൽ കണ്ടിട്ടുണ്ടാവും. സോ ഇനിയിപ്പോൾ ലേറ്റർ ഇൻഫൻസി അല്ലെങ്കിൽ ടോൾഡർഹുഡിലാണ് കുട്ടിക്ക് ഇത് ഡയഗ്നോസ് ആവുന്നതെങ്കിൽ നമ്മൾ സ്കിൻ ട്രാക്ഷൻ ആണ് യൂഷ്വലി ഉപയോഗിക്കുക. The hip, it should not be relocated without first being placed in traction, as avascular necrosis of the head of the femur may occur. എന്തുകൊണ്ടാണ് ട്രാക്ഷൻ ആദ്യമേ നമ്മൾ ഉപയോഗിക്കുന്നത് റീലൊക്കേഷന് മുമ്പ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ട്രാക്ഷൻ ഇല്ലാതെ നമ്മൾ നേരെ ഹിപ്പിനെ റീലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഹെഡ് ഓഫ് ദ ഫിമറിൽ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ് അവാസ്കുലർ നെക്രോസിസിനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ടാണ് കുട്ടിക്ക് ആദ്യമേ നമ്മളൊരു ട്രാക്ഷൻ കൊടുക്കുക. സോ ലേറ്റർ ഇൻഫൻസി അല്ലെങ്കിൽ ടോൾഡർഹുഡിൽ ഡയഗ്നോസ് ആവുകയാണെങ്കിൽ ആദ്യമേ നമ്മളൊരു സ്കിൻ ട്രാക്ഷൻ കൊടുക്കും. ഇതിനൊരു കാരണമുണ്ട്. സ്കിൻ ട്രാക്ഷൻ ഇല്ലാതെ നമ്മൾ ഡയറക്റ്റ്ലി റീലൊക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വി ക്യാൻ ഹാവ് ആൻ അവസ്കുലർ നെക്രോസിസ് ഓഫ് ദ ഹെഡ് ഓഫ് ദ ഫിമർ. ഇനി ട്രാക്ഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം ദ ഹിപ്പ് ഇസ് ദെൻ റെഡ്യൂസ്ഡ് using a spica cast with 45 to 60 degree abduction. സോ കുറച്ച് നാൾ ട്രാക്ഷൻ ഇട്ട ശേഷം നമ്മൾ ഹിപ്പിനെ റീലൊക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. റീലൊക്കേറ്റ് ചെയ്യുന്നത് ഒരു സ്പൈക്ക കാസ്റ്റ് ഒക്കെ ഇട്ടിട്ടാണ്. നമ്മൾ നേരത്തെ കണ്ട പടത്തിലെ പോലെ ഒരു സ്പൈക്ക കാസ്റ്റ് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുമ്പോൾ കുട്ടിയുടെ കാല് 45 to 60 ഡിഗ്രി അബ്ഡക്ഷനിലാണ് നമ്മൾ കീപ്പ് ചെയ്യുക. The cast that is to be changed every 6 weeks. എന്തുകൊണ്ടാണ്? ഈ ഒരു പ്രായത്തിൽ കുട്ടികൾ നീളം വെക്കുന്ന ടൈമാണ്, പെട്ടെന്ന് വളരുന്ന ടൈമാണ്. അതുകൊണ്ട് എല്ലാ 6 weeks ആവുമ്പോഴും നമ്മൾ കാസ്റ്റ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. So the cast is changed every 6 weeks due to rapid growth of the child. After 6 months, the cast is removed and the child is placed in splinting device. സോ 6 months കാസ്റ്റ് അപ്ലൈ ചെയ്യും. അതിനുശേഷം ഒരു സ്പ്ലിൻറ്റിംഗ് ഡിവൈസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഡിവൈസസിൽ ഏതെങ്കിലും ഒരെണ്ണം അപ്ലൈ ചെയ്യും. ഇത് ഒന്നും സക്സസ്ഫുൾ ആയില്ല എങ്കിൽ നമ്മൾക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇഫ് ഇറ്റ് ഇസ് നോട്ട് സക്സസ്ഫുൾ വിൽ ഗോ ഫോർ ആൻ ഓപ്പൺ റിഡക്ഷൻ, ആൻഡ് പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി എ സ്പൈക്ക കാസ്റ്റ് ഇസ് അപ്ലൈഡ് ഫോർ അബൌട്ട് 4 to 6 months. So this is what we do if the child is diagnosed during infancy and toddlerhood. ആദ്യമേ ഒരു സ്കിൻ ട്രാക്ഷൻ ആയിരിക്കും അപ്ലൈ ചെയ്യുക. ഇതിന് കാരണം in order to avoid avascular necrosis of the head of the femur, സ്കിൻ ട്രാക്ഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം വിൽ ഗോ ഫോർ എ സ്പൈക്ക കാസ്റ്റ്. സ്പൈക്ക കാസ്റ്റിൽ ചൈൽഡിൻ്റെ ഹിപ്സ് 45 to 60 ഡിഗ്രി അബ്ഡക്ഷനിലായിരിക്കും കീപ്പ് ചെയ്യുക. ആൻഡ് വി ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ഇറ്റ് ഷുഡ് ബി ചേഞ്ച്ഡ് എവറി 6 weeks. കാരണം കുട്ടികളുടെ റാപ്പിഡ് ഗ്രോത്തിൻ്റെ ടൈമാണ് ഈ ഒരു ഏജ്. ആഫ്റ്റർ 6 months നമ്മൾ ഈ ഒരു കാസ്റ്റ് അപ്ലൈ ചെയ്യും. അതിന് ശേഷം കുട്ടീനെ ഒരു സ്പ്ലിൻറ്റിംഗ് ഡിവൈസിൽ കീപ്പ് ചെയ്യും. എന്നിട്ടും കുട്ടിയുടെ സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ ഡിഫോമിറ്റി ഒന്നും മാറുന്നില്ല എങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ ഓപ്പൺ റിഡക്ഷൻ.
ഓപ്പൺ റിഡക്ഷന് ശേഷം പോസ്റ്റ് ഓപ്പറേറ്റീവ് സ്പൈക്ക് കാസ്റ്റ് അപ്ലൈ ചെയ്യും. ഇത് അപ്ലൈ ചെയ്യുന്നത് 4 to 6 monthsലേക്ക് ആയിരിക്കും. In older children, what we do is pre-operative skeletal traction and open reduction is done. സോ ആദ്യമേ നമ്മളൊരു സ്കെലിറ്റൽ ട്രാക്ഷൻ കുട്ടിക്ക് ഇടും കുറച്ച് നാളത്തേക്ക്. അതിനുശേഷം ഓപ്പൺ റിഡക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്ത് കുട്ടിയുടെ ആ ഒരു റിഡക്ഷൻ നടത്തും. ഓക്കെ, so this is what we do in older child. Pre-operatively a skin traction is applied and then an open reduction is done. In the operative procedure, usually we go for a osteotomy of the upper femur to change the neck shaft angle. നമ്മൾ ആദ്യമേ കണ്ട ഒരു ഇതിൻ്റെ അകത്ത് ആംഗിളിലായിരുന്നു കുഴപ്പം അല്ലേ, ഡിസ്ലൊക്കേഷനിൽ ഒരു ഫിമർ ഒരു അസറ്റാബുലത്തിൻ്റെ ആംഗിളിലായിരുന്നു കുഴപ്പം. So in such cases an osteotomy is done. Osteotomy of the upper femur is done in order to change the neck shaft angle. ഇനിയിപ്പം നമ്മളുടെ ചുറ്റുമുള്ള ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ മസിൽസിനൊക്കെയാണ് കുഴപ്പമെങ്കിൽ we will go for a tendotomy. So tendotomy of the contracted muscles may be required and post-operatively cast. നമ്മൾ pre-operative skeletal traction operation, post-operatively ഒരു cast ഇടും and range of motion exercises are given after the removal of cast. So this is what we do in an older child. ആദ്യമേ pre-operatively skin traction ആയിരിക്കും ചെയ്യുക and then we go for an open reduction. ഓപ്പൺ റിഡക്ഷനിൽ നെക്ക് ഷാഫ്റ്റ് ആംഗിളിലാണ് കുഴപ്പമെങ്കിൽ വിൽ ഡു ആൻ ഓസ്റ്റിയോട്ടോമി. ഇനിയിപ്പോൾ മസിൽസ് ഒക്കെ കോൺട്രാക്റ്റഡ് ആണെങ്കിൽ വിൽ ഗോ ഫോർ എ ടെൻഡോട്ടോമി. പോസ്റ്റ് ഓപ്പറേറ്റീവ്ലി ഒരു കാസ്റ്റ് കുറച്ച് നാളത്തേക്ക് അപ്ലൈ ചെയ്യും. അതിനുശേഷം we will go for range of motion exercises. If the condition is not diagnosed till school age, management is impossible due to muscle contractions and deformity of the acetabulum and the head of the femur. സോ സ്കൂൾ ഏജ് വരെ ഈ ഒരു കണ്ടീഷൻ ഡയഗ്നോസ് ആയില്ല, അതിന് ശേഷമാണ് ഡയഗ്നോസ് ആവുന്നതെങ്കിൽ മാനേജ്മെൻറ്റ് ഇമ്പോസിബിൾ ആണ്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. കാരണം മസിൽസ് ഒക്കെ ഓൾറെഡി വളർന്ന് അത് കോൺട്രാക്റ്റഡ് ആവും. പിന്നെ there will be deformities of both the acetabulum and the head of the femur. അത് കാരണം മാനേജ്മെൻറ്റ് ഇമ്പോസിബിൾ ആണ്. ഇത് ഗിവ് ദ റീസണിൽ ചോദിക്കാം. Why is the management of congenital hip dysplasia done at an early age? ഇതിൻ്റെ റീസൺ ഇതാണ്. It is done in order to avoid muscle contractions as well as deformities of the acetabulum and the head of the femur. Coming to the nursing management, the main goals of nursing management are maintaining a correct position of the hip, care of a child in a cast, maintaining optimal nutrition, encouraging normal physical, emotional and social development, parent education as well as follow-up care. സോ ഈ ഒരു കാസ്റ്റിലൊക്കെ കിടക്കുമ്പോൾ കുട്ടികളെ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ കറക്റ്റ് പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുക, കുട്ടി കാസ്റ്റിലുള്ള ഒരു കുട്ടീനെ കെയർ ചെയ്യുക, കുട്ടിയുടെ ന്യൂട്രീഷണൽ നീഡ്സ് മീറ്റ് ചെയ്യുക, എൻകറേജിങ് നോർമൽ ഫിസിക്കൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, പാരൻ്റൽ എഡ്യൂക്കേഷൻ ആൻഡ് ഫോളോ അപ്പ് കെയർ. So these are the main goals of nursing care in a child with congenital hip dysplasia. So we'll see one by one. First about maintaining position. So in order to maintain the correct position, you have to explain the purpose of splint and its purpose to the parents. യൂഷ്വലി പേരൻസിനോട് ഇങ്ങനെ കുട്ടിയുടെ കാലൊക്കെ ഇങ്ങനെ കവച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, കുട്ടികളെ എടുക്കാനും അവരെ കളിപ്പിക്കാനും ഒന്നും പറ്റുന്നുണ്ടാവില്ല. സോ പേരൻസിന് കുട്ടികൾ കരഞ്ഞു കഴിയുമ്പോൾ പാവം തോന്നിയിട്ട് ആ ഒരു പൊസിഷൻ മാറ്റാനായിട്ട് തോന്നും. സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഇനീഷ്യലി യു ഷുഡ് എക്സ്പ്ലെയിൻ ടു ദം എന്തുകൊണ്ടാണ് ഈ സ്പ്ലിൻ്റ് ഇട്ടിരിക്കുന്നത്, ഇതിൻ്റെ പേർപ്പസ് എന്തൊക്കെയാണ്, ഇത് കീപ്പ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക, ഇത്രയും കാര്യങ്ങൾ പേരൻസിന് ആദ്യമേ തന്നെ പറഞ്ഞു കൊടുക്കണം. സോ ദാറ്റ് ദേ വിൽ ട്രൈ ടു കീപ് ദ ചൈൽഡ് ഇൻ ദാറ്റ് പൊസിഷൻ മാക്സിമം. ഇൻഫോം ദ ഡ്യൂറേഷൻ ആൻഡ് ഫ്രീക്വൻസി റിക്വയർഡ്. എത്ര നേരത്തേക്കാണ് ഈ ഒരു പൊസിഷൻ മിനിമം ഹോൾഡ് ചെയ്യേണ്ടത്, എത്ര ഫ്രീക്വൻസിയിലാണ് ഈ ഒരു ഡിവൈസ് അപ്ലൈ ചെയ്യേണ്ടത്, ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. എക്സ്പ്ലെയിൻ ഹൗ ടു കീപ് ദ ഇൻഫൻസ് ഹിപ്പ് in a position of abduction.
when the splint is removed for physical care. പലപ്പോഴും കുട്ടിയുടെ ടോയ്ലറ്റ്